കരയിലെ ഏറ്റവും വലിയ മൃഗം ഏത് എന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഉത്തരം എഴുതിയതിലൂടെ ആയിരിക്കണം ആന നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വന്നിട്ടുണ്ടാവുക. സ്തംഭാകൃതിയിലുള്ള 4 കാലുകൾ, മറ്റുള്ള ഒരു ജീവികളിലും കാണാത്ത വലിയ മേൽചുണ്ട്, അതിനെ തുടർന്നുണ്ടാകുന്ന തുമ്പിക്കൈ, ഭൂമിയിലെ മറ്റൊരു സസ്തനിയിലും കാണാത്ത മുറം പോലത്തെ 2 വലിയ ചെവികൾ, ആകെക്കൂടെ കൗതുകങ്ങളുടെ ഒരു വലിയ ഡിക്ഷണറിയായി നമ്മുടെ മുമ്പിൽ ആന വന്ന് നിൽക്കും. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടും ചിന്ത കൊണ്ടും ഇവയുടെ ഓരോ അവയവങ്ങളും എന്താണ് എന്ന് വ്യാഖ്യാനിച്ച് വരുമ്പോഴത്തേക്കും ആന അതിൻ്റെ നടത്തം കൊണ്ടും കളികൾ കൊണ്ടും സ്വാഭാവിക ചലനങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സ് കീഴടക്കിയിരിക്കും. ആരോ പറഞ്ഞതുപോലെ കവിതയിലെ വൃത്തങ്ങളെയും അലങ്കാരങ്ങളെയും എനിക്ക് നോക്കാനേ പറ്റിയില്ല, കാരണം കവിതയിൽ ഞാൻ അങ്ങ് ലയിച്ചുപോയി. അതുപോലെയാണ് ആന നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നത്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഹാത്തി കോ ഖരീദ്നെ സെ പേലെ ജംഗൽ കോ ഖരീദ് ലോ. ഇങ്ങനെ ഒരു ചൊല്ലു വരാൻ കാരണം ആനകൾ പൊതുവിൽ 18 മണിക്കൂറോളം ഭക്ഷണം തേടി അലയുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവികൾക്ക് ഒരുപാട് സ്ഥലം ആവശ്യമാണ്. അതിനാലായിരിക്കണം ആനയെ വാങ്ങുന്നതിന് മുമ്പേ കാട് വാങ്ങിക്കണം എന്ന ആ ചൊല്ലു വന്നത്. ഇനി ഇതിന് മോറലി വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പൊസിഷൻ സ്വന്തമാക്കുന്നതിന് മുമ്പേ അത് നിലനിർത്താൻ ആവശ്യമായ സന്നാഹങ്ങൾ കൂടെ ആദ്യമേ സ്വന്തമാക്കണം. ആനയുടെ വിശേഷങ്ങൾ ഒരു വീഡിയോയിലൊന്നും തീരുകയില്ല. അതെങ്ങനെ തീരാനാണ്? സഹസ്രാബ്ദങ്ങളായി മനുഷ്യന്റെ സന്തത സഹചാരിയായി യുദ്ധത്തിലും അധ്വാനത്തിലും ആഘോഷത്തിലും ഒരുപോലെ കൂട്ടുനിന്ന ഈ വലിയ മൃഗം അത് കാട്ടിൽ തികച്ചും വ്യത്യസ്തനാണ്. ആനയുടെ ശക്തി അതിനെ അറിയിക്കാതെ നമ്മൾ അതിനെ ഒരു വടിയാൽ നിയന്ത്രിക്കുന്ന വിധം പാകപ്പെടുത്തി എന്നേ ഉള്ളൂ. സസ്തനികളിൽ കാണപ്പെടുന്ന ഏറ്റവും വൈവിധ്യമാർന്ന ഒരു അവയവമാണ് ആനയുടെ തുമ്പിക്കൈ. ഇതിനെ പ്രബോസിസ് എന്നാണ് വിളിക്കുന്നത്. വംശനാശം സംഭവിച്ച മാസ്റ്റഡോണുകളുടെയും മാമോത്തുകളുടെയും പ്രബോസ്റ്റഡിയ എന്ന ക്രമത്തിലുള്ള ജീവികൾക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട്. മുകളിലത്തെ ചുണ്ടിന്റെയും മൂക്കിന്റെയും ഒരു സംയോജനമാണ് തുമ്പിക്കൈ. നാസാരന്ധ്രങ്ങൾ ഈ തുമ്പിക്കൈയുടെ അഗ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പൂവ് മണത്തു നോക്കണമെങ്കിൽ ആ പൂവിനെ എടുത്ത് നമ്മുടെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവരണമല്ലോ. ആനയ്ക്ക് അങ്ങനെയല്ല. ദൂരെ നിന്നുകൊണ്ട് ആനയ്ക്ക് ഈ തുമ്പിക്കൈ ഉള്ളതുകൊണ്ട് പൂവിനെ മണക്കാം. ഈ നാസാരന്ധ്രങ്ങളുടെ സംവേദനക്ഷമത എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തി വീണ്ടും അത്ഭുതപ്പെടുത്തി വീണ്ടും അത്ഭുതപ്പെടുത്തി 100ാമതും അത്ഭുതപ്പെടുത്തി തരാൻ മാത്രം സ്മെല്ലിംഗ് പവറുള്ള ഒരു നാസാരന്ധ്രമാണ്. മൈലുകൾക്കപ്പുറത്തുള്ള വാട്ടർ സോഴ്സ് ഈ നോസ്ട്രിൽസ് പിടിച്ചെടുക്കും. ഒരു റിപ്പോർട്ട് പ്രകാരം 12 മൈലുകൾക്കപ്പുറത്തുള്ള വാട്ടർ സോഴ്സ് പോലും ആന ഇത്തരത്തിൽ പിടിച്ചെടുക്കും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം ഉരുൾപൊട്ടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ആനകൾ മലയിറങ്ങുന്നത്. ഉരുൾപൊട്ടലിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ വെള്ളത്തിന് മണ്ണ് കലങ്ങിയ ഒരു ഗന്ധം വരുമല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയിലെ ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്ന ധാരാളം മൃഗങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ ആനകൾ ഈ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ്. തുമ്പിക്കൈയുടെ ഭാരം ഏതാണ്ട് 130 കിലോഗ്രാം ഭാരമാണ്. 250 കിലോഗ്രാം ഉയർത്താനുള്ള ശേഷിയുമുണ്ട്. 3 പേരെയൊക്കെ ഒരുമിച്ചെടുത്ത് ചുഴറ്റി തുമ്പിക്കൈയിൽ എറിയാൻ ആനക്ക് ഒരു പ്രശ്നവുമില്ല. തുമ്പിക്കൈയുടെ ക്രോസ് സെക്ഷനുകളിൽ ഏതാണ്ട് 1.5 ലക്ഷം മസിൽ ഫാസിക്കിളുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. തുമ്പിക്കൈയുടെ അറ്റത്ത് ഫ്ലാപ്പ് പോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്, വിരല് പോലുള്ള ഒരു അഗ്രഭാഗവും. ഇത് ഏഷ്യൻ ആനകളിൽ 1ഉം ആഫ്രിക്കൻ ആനകളിൽ 2ഉമാണ് കാണപ്പെടുന്നത്. ഈ ഫ്ലാപ്പ് പോലത്തെ ഭാഗങ്ങൾ കൊണ്ട് നിലക്കടലയുടെ തൊലി ഉരിക്കാൻ പോലും ഇവയ്ക്ക് സാധിക്കും. മാത്രമല്ല അത് ഊതിക്കളയാനും നാണയം പെറുക്കിയെടുക്കാനും സാധിക്കും. അരിമണി പോലും പെറുക്കിയെടുക്കാൻ അതിശയകരമാം വിധം സൂക്ഷ്മതയുള്ളതാണ് ഈ ഫ്ലാപ്പുകൾ. ശ്വസിക്കുക, തിന്നുക, കുടിക്കുക, മണക്കുക എന്നിവയെല്ലാം തുമ്പിക്കൈയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ആനയുടെ കുട്ടിപ്രായത്തിൽ ആനകൾ ഒരിക്കലും ഈ തുമ്പിക്കൈയുടെ പ്രാധാന്യം തിരിച്ചറിയാറില്ല. മാത്രമല്ല ഇതൊരു എക്സ്ട്രാ അവയവമാണ് എന്ന് കരുതി അവർ അതിനോട് മല്ലിടുകയും അതിൽ തടഞ്ഞ് വീഴാറുമൊക്കെയുണ്ട്. നമുക്ക് പലപ്പോഴും വലിയ ഉപകാരങ്ങളായി തീർന്നേക്കാവുന്ന ചില കാര്യങ്ങളെ നമുക്ക് ആദ്യത്തിൽ ശല്യമായി തോന്നാറുണ്ടല്ലോ. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കുട്ടിയാനകൾ അവരുടെ തുമ്പിക്കൈയോട് പെരുമാറുന്നത്. 10 ലിറ്റർ വെള്ളം ഈ തുമ്പിക്കൈയിലേക്ക് വലിച്ചെടുത്ത് വായിലേക്ക് ചീറ്റിച്ച് ആനകൾക്ക് കുടിക്കാൻ പറ്റും. പുല്ലുകൾ, പഴങ്ങൾ, ഇലകൾ എന്നിവ വേർപെടുത്തൽ, ഉപകരണങ്ങളെ ഉപയോഗിക്കൽ, ചില വൈദ്യുത കമ്പികളൊക്കെ ഉണക്കക്കമ്പ് പൊട്ടിച്ചെടുത്ത് ഈ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വേർപെടുത്തി ആനകൾ അതിലൂടെ കടന്നുപോയതായി റിപ്പോർട്ടുണ്ട്. മാത്രമല്ല പൊടിയുള്ള സസ്യങ്ങളെ കുടയാനും തുമ്പിക്കൈ ഉപയോഗിക്കും. എല്ലാറ്റിനുമുപരി അവരുടെ ഗസ്റ്ററിനും പോസ്റ്ററിനും ഈ തുമ്പിക്കൈ ഉപയോഗിക്കും. ആന തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചാൽ ഭൂമിയിൽ ആരാണ് പേടിക്കാത്തത്? അപകടങ്ങളുണ്ടെങ്കിൽ വായുവിൽ തുമ്പിക്കൈ നീട്ടിവെച്ച് മണക്കും. അങ്ങനെ ഓൾ ഫാക്ടറി പെരിസ്കോപ്പ് പോലെയാണ് തുമ്പിക്കൈ ആനകൾ ഉപയോഗിക്കുന്നത്. പ്രകോപനം വരുമ്പോൾ വസ്തുക്കൾ എടുത്തെറിയാനും ആനകൾ തുമ്പിക്കൈ ഉപയോഗിക്കും. മരക്കൊമ്പൊടിക്കുക, ശാഖകൾ പിടിച്ചു കുലുക്കുക എന്നിവയൊക്കെ ചെയ്യുന്നതിന് പുറമെ ആനകൾ മറ്റ് ആനകളെ കാണുമ്പോൾ തുമ്പിക്കൈ നെറ്റിയിൽ സ്പർശിച്ചുകൊണ്ടും 2 തുമ്പിക്കൈകൾ ബന്ധിപ്പിച്ചുകൊണ്ടും നമ്മൾ ഹസ്തദാനം ചെയ്യുന്നത് പോലത്തെ ഒരു രീതിയിലുള്ള അഭിവാദ്യ പ്രകടനങ്ങളും നടത്തും. ആനകൾ പരസ്പരം അങ്ങേയറ്റം ബോണ്ടിംഗ് ഉള്ള ജീവികളാണ് എന്നറിയാമല്ലോ. ഈ കമ്പാഷനും സഹിഷ്ണുതയും മറ്റും
നമുക്ക് നേരെയും അവ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും കൂളായി അവരുടെ ഇടയിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ആനകൾ മതിയാകും നമ്മളെ തകർക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആനയുടെ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം.